ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നഴ്സിംഗ് ഓഫീസർ എക്സാം പ്രിപ്പറേഷൻ്റെ 8ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 7 ക്ലാസ്സുകളിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കുറച്ച് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കോമൺ ആയിട്ട് എക്സാമിന് ചോദിച്ചു വരുന്ന ടോപ്പിക്സിലുള്ള അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും, അതുകൂടാതെ കുറച്ച് എക്സാം പോയിന്റ്സ് നമ്മൾ ഓരോ ടോപ്പിക്സിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ആസ് യു നോ നമ്മുടെ ഗവൺമെന്റ് എക്സാംസ്, ഇന്ത്യയിലുള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസുകളിൽ നിങ്ങൾക്കൊരു നഴ്സിംഗ് ഓഫീസർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് നോക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഒരു നേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ഒരു നേഴ്സാകാൻ, രജിസ്റ്റേർഡ് നേഴ്സാകാൻ, എക്സ്പെഷ്യലി NCLEX RN പോലെയുള്ള എക്സാംസ് എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആകുന്ന MCQs ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പഴയ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി ഇന്നത്തെ കുറച്ച് MCQലോട്ട് പോകാം. ഇവിടെ നോക്കാം, ഇന്നത്തെ ഫസ്റ്റ് MCQ, വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഫോർ ദ ക്ലയന്റ് വിത്ത് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും, നിങ്ങൾ പഴയ ഒരു എക്സാംസ് ഒക്കെ നിംഹാൻസ്, അതുപോലെ എയിംസ്, നോർസെറ്റ്, RRB ഇതുപോലെയുള്ള എക്സാംസ് ഒക്കെ ഒരു തവണയെങ്കിലും എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാൻഡേർഡ് എല്ലാം കൂടി വരികയാണ്. പണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഒറ്റ സെൻറ്റൻസിൽ ആ ഒരു മീനിങ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എല്ലാ ക്വസ്റ്റ്യൻസും ഒരു NCLEX പാറ്റേണിലോട്ട്, ഫുൾ ആപ്ലിക്കേഷൻ ലെവലിലോട്ട്, സ്റ്റോറീസിലൂടെയാണ്, ഓരോ സിറ്റുവേഷൻസിലൂടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതും ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഒരു സിമിലാരിറ്റി തോന്നുന്നതും, അതായത് സാമ്യം തോന്നുന്നതും, ഏത് വേണമെങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം 2 ആ ഒരു ഓപ്ഷനെങ്കിലും അവിടെ എന്തായിരിക്കും, നമുക്കവിടെ ആൻസർ ആണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും തരുന്നത്. പക്ഷേ നിങ്ങളവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വേർഡ് ബൈ വേർഡ് വായിക്കുക. ഇപ്പം ഞാനിവിടെ വായിച്ചതുപോലെ, വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. ഓക്കെ, ഏത് ടൈപ്സ് ഡ്രഗ്സ് ആണ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള, ആരിൽ? ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉള്ള പേഷ്യൻസിൽ ഈ പറയുന്ന താഴത്തെ ഓപ്ഷൻസിൽ ഏത് തരം ക്ലാസിഫിക്കേഷൻ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല, കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അത് നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ ഡ്രഗ്സിൻ്റെ ആക്ഷൻ അറിയണം, മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയണം, അതിൻ്റെ എക്സാമ്പിൾസ് അറിയണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ പോസിറ്റീവ് ഐനോട്രോപ്സ്, സെക്കൻഡ് ഓപ്ഷൻ vasodilators, third option diuretics, fourth option antidysphorinemics. അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് പോസിറ്റീവ് ഐനോട്രോപ്സ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? പോസിറ്റീവ് ഐനോട്രോപ്സ്. ബാക്കിയുള്ള വാസോഡൈലേറ്റേഴ്സും ഡയൂററ്റിക്സും ആൻറ്റിഡിസെറിനിക്സും കോമൺലി കാർഡിയോമയോപ്പതി പേഷ്യൻ്റ് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി പേഷ്യൻസ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ പോസിറ്റീവ് ഐനോട്രോപ്സ് യൂസ് ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ട്? നമ്മളിപ്പോൾ ഈ ഒരു ഡ്രഗ് അവിടെ യൂസ് ചെയ്യില്ല എന്ന് മാത്രം പഠിച്ചാൽ പോരാ, പകരം എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ബിഫോർ ഗോയിങ് ടു മച്ച് ഡീറ്റെയിൽസ്, നമുക്കിവിടെ ഈ ഒരു കാർഡിയോമയോപ്പതിയുടെ ജസ്റ്റ് ടൈപ്സ് കൂടെ നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴും 1-2 അഡീഷണൽ പോയിന്റ്സ് കൂടി നമ്മൾ നോട്ട് ചെയ്ത് പോകണം. ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അവിടെ യൂസ്ഫുൾ ആകും. ഇത് ഞാൻ നമ്മുടെ NCLEXന് പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് സോണ്ടേഴ്സിൽ നിന്നെടുത്ത നോട്ടാണ്. പ്രധാനമായിട്ട് കാർഡിയോമയോപ്പതി എത്ര ടൈപ്സ് ഉണ്ട്? പല ടൈപ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഇത് കൂടാതെ നോൺ ഒബ്സ്ട്രക്റ്റഡ്, റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി. പ്രധാനമായിട്ട് കാർഡിയോമയോപ്പതി 4 ടൈപ്സ് ആണ്: ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി, നോൺ ഒബ്സ്ട്രക്റ്റഡ് കാർഡിയോമയോപ്പതി, ഒബ്സ്ട്രക്റ്റഡ് കാർഡിയോമയോപ്പതി, റെസ്ട്രിക്റ്റീവ്
കാർഡിയോമയോപ്പതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി ഉണ്ടായിരിക്കുന്നത്, അവിടെ ഹാർട്ട് എങ്ങനെയായിരിക്കും, അതായത് ഇവിടെ ചാമ്പേഴ്സ് അവിടെ വലിപ്പം കൂടിയിരിക്കുന്നു. ഈ കാർഡിയോമയോപ്പതി ഉള്ള പേഷ്യൻസിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് അവിടെ വലിപ്പം കൂടുതലാകും. എന്നാൽ അതിൻ്റെ കാരണങ്ങളനുസരിച്ച് അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഡയലേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള ചാമ്പറുകൾ ഡയലേറ്റ് ചെയ്തിട്ട് ഫൈബ്രോസിസ്, മയോകാർഡിയവും എൻഡോകാർഡിയവും ഫൈബ്രോസിസ് സംഭവിച്ച് ചാമ്പേഴ്സ് ഡയലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവിടെ കാർഡിയോമയോപ്പതി ഉണ്ടാകുന്നു. എല്ലായിടത്തും എന്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്. ഹാർട്ട് ഫെയിലുവറിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഡിസൈറിത്മിയാസ്, ഹാർട്ടിൻ്റെ റിതത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ഡ്രഗ്സ് കൊടുക്കുന്നു. പിന്നെയുള്ളത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ. ക്രോണിക് ആയിട്ട് നമുക്കവിടെ സിംറ്റംസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്കവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ, സർജിക്കൽ ഓപ്ഷൻ കൂടെ അവിടെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നോൺ ഒബ്സ്ട്രക്റ്റഡും ഒബ്സ്ട്രക്റ്റഡും റെസ്ട്രിക്റ്റീവും കാർഡിയോമയോപ്പതി. ഇവിടെ നിങ്ങൾ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വാസോ ഡയലേറ്റേഴ്സ് ട്രീറ്റ്മെന്റ് അത് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയിൽ വരുന്നുണ്ട്. നോൺ ഒബ്സ്ട്രക്റ്റഡിൽ ബീറ്റാ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്, ഡിജോക്സിനും നൈട്രേറ്റ്സും വാസോ ഡയലേറ്റേഴ്സും. ഈ തരത്തിലുള്ള വാസോ ഡയലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു നോൺ ഒബ്സ്ട്രക്റ്റഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നോൺ ഒബ്സ്ട്രക്റ്റഡിലും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇവിടെ ഓർത്തിരിക്കുക. വേണമെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. ഇനി ഇതിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻസർ എ ആണ്. പോസിറ്റീവ് അയനോട്രോപിക് ഏജൻസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓപ്ഷൻ എ, പോസിറ്റീവ് അയനോട്രോപിക് ഏജൻസ് ഷുഡ് നോട്ട് ബി അഡ്മിനിസ്റ്റേർഡ് ഓയിങ് ടു ദെയർ ആക്ഷൻ ഓഫ് ഇൻക്രീസിങ് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. എന്തുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് അയനോട്രോപ്സ് യൂസ് ചെയ്യാത്തത്? കാരണം പോസിറ്റീവ് അയനോട്രോപ്സ് ഈ ഒരു കാർഡിയോമയോപ്പതി ഉള്ള പേഷ്യൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ എന്താണ്, മയോകാർഡിയത്തിൻ്റെ കൺട്രാക്ഷൻ കൂട്ടും. അപ്പോൾ അവിടെ ഓൾറെഡി മയോപ്പതിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഈ ഒരു കൺട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും അതെന്ത് ചെയ്യും, അവിടെ ഒബ്സ്ട്രക്ഷൻസ്, ഔട്ട്ഫ്ലോ ട്രാക്റ്റിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണമാകും. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് അയനോട്രോപ്സിക് ഏജൻസ് കാർഡിയോമയോപ്പതി പേഷ്യൻസിന് യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ്, വാസോ ഡയലേറ്റേഴ്സ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, എന്നാൽ പോലും അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല, അത്യാവശ്യം വന്നാൽ യൂസ് ചെയ്യാം. ഡയൂററ്റിക്സ് കോമൺലി യൂസ് ചെയ്യാറുണ്ട്. അതായത് ഡയൂററ്റിക്സ് ആർ യൂസ്ഡ് വിത്ത് കോഷൻ ടു അവോയ്ഡ് കോസിങ് ഹൈപ്പോവോളീമിയ. അതുപോലെ ആൻറ്റി ഡിസരിത്മിയ പേഷ്യൻസിന് വരുമ്പോൾ, എക്സ്പെഷ്യലി ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ ഡിസരിത്മിയാസ് വരുമ്പോൾ ആൻറ്റി ഡിസരിത്മിക്സ് നമ്മൾ യൂഷ്വലി അവിടെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാത്തത് പോസിറ്റീവ് അയനോട്രോപിക്സ് ആണ്, അല്ലെങ്കിൽ കാർഡിയോടോണിക് മെഡിസിൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് അയനോട്രോപ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഇവിടെ നോക്കാം. എക്സാമ്പിൾ ഡോബുട്ടമിൻ, ഡോപ്പമിൻ, മിൽഡ്രിനോൺ, ഇതെല്ലാം എന്താണ് ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ കൂട്ടുന്ന ഒരു ഡ്രഗ്സ് ആണ്, പോസിറ്റീവ് അയനോട്രോപ്സ് ആണ്. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ആൻ അലർജി അറ്റാക്ക് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഒരു പേഷ്യന്റിന് അലർജി ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് അത് ഏതാണ്? ഓപ്ഷൻ എ, വീസിംഗ് ഓൺ ഇൻസ്പിരേഷൻ, ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി റേറ്റ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി, സർക്കമോറൽ സൈനോസിസ്. ഓപ്ഷൻ ഡി, പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ ആണ്. അലർജിക് അറ്റാക്കുള്ള പേഷ്യൻസിന് പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. കാരണം അവിടെ ആ പേഷ്യൻ്റെ ആൽവിയോലൈ, ലങ്സിൽ ഏറ്റവും മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആയിട്ടുള്ള ആൽവിയോലയുടെ എയർ സാക്കുകൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രീമായിട്ട് ഡയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എയർ ട്രാപ്പിംഗ് സംഭവിച്ച് അവിടെ നമ്മുടെ എക്സ്പിരേഷൻ കൂടുതൽ സമയം എടുക്കുന്നു. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പിരേഷനുമുണ്ട് എക്സ്പിരേഷനുമുണ്ട്. അതിൽ എക്സ്പിരേഷൻ പ്രൊലോങ്ഡ് ആകുന്നു, അല്ലെങ്കിൽ അവിടെ ലെങ്തി ആയി മാറുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് തെറ്റായെന്ന് നോക്കാം. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്, പ്രൊലോങ്ഡ് എക്സ്പിരേഷൻ. ഓപ്ഷൻ എ, വീസിംഗ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഇൻസ്പിരേഷൻ എന്നുള്ളതായിരുന്നു. ആക്ച്വലി വീസിംഗ് ഉണ്ടാകുന്നത് എക്സ്പിരേഷൻ്റെ സമയത്താണ്, ഇൻസ്പിരേഷനിൽ അല്ല. വീസിംഗ് ഒക്കേഴ്സ് ഡ്യൂറിങ് എക്സ്പിരേഷൻ വെൻ എയർ മൂവ്മെൻറ്റ് ഈസ് ഇംപെയർഡ്. അതായത് പുറത്തോട്ട് പോകുന്ന എയറിൻ്റെ എക്സ്പിരേഷൻ്റെ സമയത്ത് എയറിൻ്റെ മൂവ്മെൻറ്റ് ഇംപെയർ ആകുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു മ്യൂസിക്കൽ സൗണ്ട് അല്ലെങ്കിൽ വീസിങ് അവിടെ ഉണ്ടാകുന്നത്, ബിക്കോസ് ഓഫ്
കൺസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ എഡിമാറ്റസ് ബ്രോങ്കിയൽ ലുമിന. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? റെസ്പിറേഷൻസ് ആർ ഡിഫിക്കൽട്ട് ബട്ട് ദ റേറ്റ് ഫ്രീക്വൻലി നോർമൽ. അതായത് പേഷ്യന്റ് ബ്രീത്ത് ചെയ്യാൻ പ്രശ്നം തോന്നാറുണ്ട്, അത് അലർജിക് അറ്റാക്ക് വരുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, പക്ഷേ റെസ്പിറേറ്ററി റേറ്റ്, അതായത് പെർ മിനിറ്റ് എത്ര റെസ്പിറേഷൻ എടുക്കുന്നു, എത്ര പ്രാവശ്യം ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്യുന്നു എന്നുള്ളത് ഓൾമോസ്റ്റ് എപ്പോഴും ഫ്രീക്വൻലി അവിടെ നോർമൽ തന്നെ ആയിരിക്കും. അത്ര ഒരു ഇൻക്രീസ്ഡ് റേറ്റ് അല്ലെങ്കിൽ ടാക്കിപ്നിയ അല്ലെങ്കിൽ ബ്രാഡിപ്നിയ വരാറില്ല അധികം. നെക്സ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ദ സർക്കംമോറൽ ഏരിയ ഈസ് യൂഷ്വലി പെയിൽ അല്ലെങ്കിൽ സൈനോസിസ് ഉണ്ടാകുന്നു. അതെ, ഇവിടെ ഈ സർക്കംമോറൽ സൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുണ്ട് അല്ലെങ്കിൽ മൗത്തിന് ചുറ്റുമുള്ള സ്കിന്ന് ബ്ലൂയിഷ് അല്ലെങ്കിൽ ഗ്രേയിഷ് ഡിസ്കളറേഷൻ സംഭവിക്കുന്നതിനാണ് സർക്കംമോറൽ സൈനോസിസ് എന്ന് പറയുന്നത്. പക്ഷെ അലർജിക് അറ്റാക്ക് ഉണ്ടായ ഉടനെ തന്നെ ഈ ഒരു ഹൈപ്പോക്സി അല്ലെങ്കിൽ ഈ ഒരു സൈനോസിസ് അവിടെ ഉണ്ടാകണമെന്ന് ഇല്ല. എന്നാൽ ഫോർത്ത് ഓപ്ഷൻ എക്സ്പിരേഷൻ, അതെന്ത് ചെയ്യാറുണ്ട്? പ്രൊലോങ്ഡ് ആകാറുണ്ട് അല്ലെങ്കിൽ ലെങ്തൻ ആകാറുണ്ട്. ബിക്കോസ് ദ ആൽവിയോലൈ ആർ ഗ്രേറ്റ്ലി ഡിസ്റ്റൻഡഡ്. നമ്മുടെ ലങ്സിന്റെ ഏറ്റവും മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആയിട്ടുള്ള ആൽവിയോലൈ ഡിസ്റ്റൻഡഡ് ആവുകയും അതിനുള്ളിൽ എയർ ട്രാപ്പിംഗ് സംഭവിക്കുന്നത് കൊണ്ട് എക്സ്പിരേഷൻ പ്രൊലോങ്ഡ് ആകാറുണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ എക്സാംസിനും, ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും എക്സാംസിനും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാലൂസിനേഷൻ. അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസുകളിൽ ഒന്നാണ് ഈ ഒരു ഹാലൂസിനേഷൻ. സൈക്കാട്രിക് പേഷ്യൻസിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എ ക്ലയൻറ്റ് കൺഫൈഡ്സ് ടു ദ നഴ്സ് ദാറ്റ് ഹി ടേസ്റ്റഡ് പോയ്സൺ ഇൻ ഹിസ് ഈവനിങ് മീൽ. അവൻ വൈകിട്ട് കഴിച്ച ആഹാരത്തിൽ അവന് പോയ്സൺ ടേസ്റ്റ് ചെയ്തിരുന്നു, പോയ്സൺ അവന് ഫീൽ ചെയ്തിരുന്നു എന്നവൻ പറയുകയാണ്. ദിസ് വുഡ് ബി ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് ഹാലൂസിനേഷൻ. ആക്ച്വലി ആഹാരത്തിലൊന്നും പോയ്സണസ് ആയിട്ടുള്ള ഒന്നുമില്ലായിരുന്നു, എന്നാൽ പേഷ്യൻ്റ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു, അങ്ങനെ ടേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ഹാലൂസിനേഷനാണ്. അത് ഏത് ടൈപ്പാണ്? അതായത് നിങ്ങൾ ഇവിടെ ഡയറക്റ്റ്ലി ചോദിച്ചാൽ ടൈപ്സ് ഓഫ് ഹാലൂസിനേഷൻ ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് എ ഓഡിറ്ററി ഹാലൂസിനേഷൻ, ഓപ്ഷൻ ബി ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ, ഓപ്ഷൻ സി ഓൾഫാക്ടറി ഹാലൂസിനേഷൻ, ഓപ്ഷൻ ഡി വിസറൽ ഹാലൂസിനേഷൻ. കറക്റ്റ് ഓപ്ഷൻ ബി ജസ്റ്റേറ്ററി. അതായത് ജസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ടേസ്റ്റ് അല്ലെങ്കിൽ ടങ് സെൻസേഷൻ. ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ. ഇനി എന്താണ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇല്ലാത്ത ഒരു സ്റ്റിമുലൈ ഉണ്ടെന്ന് തോന്നുന്നതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. സെൻസ് പെർസെപ്ഷൻ ഫോർ വിച്ച് നോ എക്സ്റ്റേണൽ സ്റ്റിമുലൈ എക്സിറ്റ്. അതായത് നമ്മളൊരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു കയറ്, ഒരു ത്രെഡ് എന്തെങ്കിലും കിടക്കുന്ന കണ്ടിട്ട് നമ്മളതൊരു പാമ്പായിട്ടോ മറ്റെന്തെങ്കിലുമായിട്ട് തോന്നുന്നത് അവിടെ ഒരു സ്റ്റിമുലൈ ഉണ്ട്, പക്ഷേ അത് മറ്റൊന്നായി തെറ്റിദ്ധരിക്കുകയാണ്. അത് വേറെ. ഇവിടെ ഹാലൂസിനേഷനിൽ അവിടെ യാതൊരുവിധ സ്റ്റിമുലൈയും പ്രസന്റ് അല്ല. നോട്ട് ചെയ്യുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ പേഷ്യൻ്റ് ഈസ് ഫീലിംഗ് സം സെൻസേഷൻ. ഇതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഏത് തരത്തിലുള്ള സെൻസേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നതിനനുസരിച്ച് ഹാലൂസിനേഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഓഡിറ്ററി ഹാലൂസിനേഷൻ, സെക്കൻഡ് വൺ ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ, തേർഡ് വൺ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ, ഫോർത്ത് വൺ ടാക്ടൈൽ ഹാലൂസിനേഷൻ, ഫിഫ്ത്ത് വൺ വിഷ്വൽ ഹാലൂസിനേഷൻ. അതായത് ആക്ച്വലി അവിടെ ഒരു സൗണ്ടും ഇല്ല, പക്ഷെ പേഷ്യൻ്റ് പറയുന്നു ഐ ക്യാൻ ഹിയർ ദിസ് സൗണ്ട്, ഞാൻ ഈ സൗണ്ട് ഇപ്പോൾ കേട്ടു. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുകയാണ്, നമ്മളൊന്നും കേട്ടില്ല. ഇത് ഓഡിറ്ററി ഹാലൂസിനേഷൻ. എന്നാൽ ഒരാഹാരവും അങ്ങനെയുള്ളത് കഴിക്കാതെ തന്നെ ഒരാഹാരത്തിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ടേസ്റ്റ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അവിടെ ഒരു മണമില്ലാതെ തന്നെ ആ ഒരു പേഷ്യൻ്റ് സ്മെല്ല് ചെയ്യുന്നു. സ്മെല്ലിങ് സ്മെൽസ് ദാറ്റ് ഡു നോട്ട് എക്സിറ്റ്. ഇല്ലാത്തൊരു മണം സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ്, ആരും തൊട്ടിട്ടില്ല, വിത്തൗട്ട് എനി സ്റ്റിമുലൈ വി ആർ ഫീലിംഗ് ടച്ച് സെൻസേഷൻ.
നമ്മളെ ആരും തൊടാതെ തന്നെ നമ്മളെ ആരോ തൊട്ടു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ എന്ത് പറയുന്നു? ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അവിടെ ഇല്ലാത്തൊരു സാധനം കണ്ടു എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പറയുന്നു? വിഷ്വൽ ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ട് 5 ടൈപ്പ് ഹാലൂസിനേഷൻസ്. ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. കാരണം അവിടെ ടേസ്റ്റ് ആണ് ഫീൽ ചെയ്തത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ജസ്റ്റേറ്ററി ഹാലൂസിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4th ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫൈൻഡിങ്സ് വുഡ് ബി അബ്നോർമൽ ഇൻ എ പോസ്റ്റ് പാർട്ടൽ വുമൻ? എന്താണ് പോസ്റ്റ് പാർട്ടൽ എന്ന് പറഞ്ഞാൽ? ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള സമയത്തിന് അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെയാണ് പോസ്റ്റ് പാർട്ടൽ പീരീഡ് അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിലുള്ള സ്ത്രീയാണ് പോസ്റ്റ് പാർട്ടൽ വുമൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ അബ്നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ്. പോസ്റ്റ് പാർട്ടൽ പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാകും. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അവിടെ നോർമൽ ആയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. എന്നാൽ ആ ഒരു സ്റ്റേജിൽ അബ്നോർമൽ എന്ന് തോന്നുന്ന ഫൈൻഡിങ് ഇതിൽ ഏതാണ്? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ എ, ചിൽസ് ഷോർട്ട്ലി ആഫ്റ്റർ ഡെലിവറി. ഡെലിവറി കഴിഞ്ഞിട്ട് ചെറിയൊരു കുളിര് തോന്നുന്നു. പോസ്റ്റ് പാർട്ടൽ പീരീഡിൽ, അതായത് ഡെലിവറി കഴിഞ്ഞാൽ പോസ്റ്റ് പാർട്ടൽ പീരീഡാണ്. ആ സമയത്ത് ഒരു കുളിര് അല്ലെങ്കിൽ ചിൽസ് തോന്നാറുണ്ട്, കുറച്ച് സമയത്തേക്ക് മാത്രം. ഓക്കെ, അതാണോ? ഓപ്ഷൻ ബി, പൾസ് റേറ്റ് ഓഫ് 60 beats per minute in morning on first post delivery day. ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ദിവസം രാവിലെ തന്നെ അവിടെ പൾസ് റേറ്റ് 60 beats per minute ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതാണോ അബ്നോർമൽ ആയിട്ടുള്ളത്? ഓപ്ഷൻ സി, യൂറിനറി ഔട്ട്പുട്ട് ഓഫ് 3000 ml ഓൺ ദ സെക്കൻഡ് ഡേ ആഫ്റ്റർ ഡെലിവറി. അതായത് ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം 3000 ml, അതായത് 3 ലിറ്ററോളം യൂറിനറി ഔട്ട്പുട്ട് ഉണ്ട്. അതാണോ അബ്നോർമൽ? ഓപ്ഷൻ ഡി, ആൻ ഓറൽ ടെമ്പറേച്ചർ ഓഫ് 101 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 38.3 ഡിഗ്രി സെൽഷ്യസ് ഓൺ ദ 3rd ഡേ ആഫ്റ്റർ ഡെലിവറി. ഡെലിവറി കഴിഞ്ഞ് 3ാം ദിവസം ആ അമ്മയുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓറൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 101 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 38.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ ഏതാണ് അബ്നോർമൽ ആയിട്ടുള്ളത്? ഇതെല്ലാം പ്രോബ്ലംസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പോസ്റ്റ് പാർട്ടൽ പീരീഡിൽ, അതായത് ഇമ്മീഡിയറ്റ് പോസ്റ്റ് പാർട്ടം പീരീഡിൽ നോർമൽ അല്ലാത്തത് ഏത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്. ഓറൽ ടെമ്പറേച്ചർ 101 ഡിഗ്രി ഫാരൻഹീറ്റ്. നോർമലി ഡെലിവറി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് അവിടെ ചിൽസ് അനുഭവപ്പെടാറുണ്ട്. അവിടെ അതുപോലെ തന്നെ സഡൻ ഫ്ലൂയിഡ് ലോസും ടയേർഡും ഒക്കെ കാരണം പൾസ് റേറ്റും കുറച്ച് ലോ ആയിട്ട് കാണാം. ലോ അല്ല, 60 മിനിമൽ അല്ലെങ്കിൽ നോർമൽ ലെവലിൽ ആയിരിക്കും അവിടെ. യൂറിൻ ഔട്ട്പുട്ടും 3000 ml എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഇറ്റ് ഈസ് നോർമൽ. എന്നാൽ ഡെലിവറി കഴിഞ്ഞ് 3ാം ദിവസം സ്ലൈറ്റ് ഫീവർ 101 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് സം ഇൻഫെക്ഷൻ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, an oral temperature of 101 degree Fahrenheit on the 3rd day of delivery. ഇവിടെ നോക്കാം, ഓരോ ഓപ്ഷന്റെയും എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ പറയുന്നത് frequently the mother experiences a shaking chill immediately after delivery which is related to nervous response or to vasomotor changes. If not followed by a fever, it is clinically innocuous. അതായത് ആ ഒരു ചിൽ മാത്രം ഉണ്ടാകുന്നു, ഒരു കുളിര് മാത്രം ഉണ്ടാകുന്നു, എന്നാൽ പനിയില്ല, ഫീവർ ഇല്ല എങ്കിൽ അത് നോർമലാണ്. നെക്സ്റ്റ്, പൾസ് റേറ്റും ഇമ്മീഡിയറ്റ് പോസ്റ്റ്മോർട്ടൽ പീരീഡിൽ കുറച്ച് ലോ ആയിരിക്കും. അതൊരിക്കലും അവിടെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് ഉള്ളതല്ല. കാരണം അവിടെ എന്താണ്, ആ ഒരു ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ പ്രഷറിലുണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടാണ് ആ ഒരു മിനിമൽ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഒരു ബ്രാഡിക്കാർഡിയ എന്ന് പറയാൻ പറ്റത്തില്ല. 60 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോർമൽ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ യൂറിനറി ഔട്ട്പുട്ട്. യൂഷ്വലി പോസ്റ്റ്മോർട്ടൽ പീരീഡിൽ ഒരു 12 മുതൽ 24 മണിക്കൂർ വരെ അവിടെ ഡയൂറോസിസ് കൂടുതലായിരിക്കും. അവിടെ കിഡ്നിയിൽ നിന്നുള്ള ഫ്ലൂയിഡ് ലോസ് അവിടെ കൂടുതൽ ആയിരിക്കും. സോ യൂറിനറി ഔട്ട്പുട്ട് വിൽ ബി മോർ ഡ്യൂറിങ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടൽ പീരീഡ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്
ടെമ്പറേച്ചർ ഓൾറെഡി പറഞ്ഞതുപോലെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ കുറച്ചൊന്ന് കൂടുതലായിരിക്കും. പക്ഷേ എന്നാലും 101 ഡിഗ്രി ഫാരൻഹീറ്റ് ഓൺ 3rd ഡേ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ കോസ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എനി ഇൻഫെക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫർദർ ഇവാലുവേഷൻസ് അവിടെ വേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 5th ക്വസ്റ്റ്യൻ. A 6-month-old infant has been admitted to the emergency room with the febrile seizures. ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ സീഷർ നമുക്കറിയാം ഹാർട്ടിൽ നമുക്ക് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് നോർമലി ഉണ്ട്. ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് അബ്നോർമലായിട്ട് ഡിസ്ചാർജ് ഉണ്ടാകും അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുമ്പോഴാണ് സീഷേഴ്സ് ഉണ്ടാകുന്നത്. സീഷേഴ്സ് പല ടൈപ്പും ഉണ്ടാകാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സീഷേഴ്സ്. സീഷേഴ്സിൻ്റെ മാനേജ്മെൻറ്റ്, ടൈപ്സ്, അതെല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ എന്താണ് ഫെബ്രൈൽ സീഷേഴ്സ്? ബോഡി ടെമ്പറേച്ചർ തുടർച്ചയായിട്ട് ഒരുപാട് അളവിൽ, അതായത് എന്ത് ചെയ്യുന്നു, ഒരുപാട് കൂടി നിന്നാൽ അത് കുട്ടികളിൽ, മുതിർന്നവരിലല്ല, കുട്ടികളിൽ സീഷേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലും 6 മാസം പ്രായമുള്ള ഒരു ഇൻഫൻറ്റ് എമർജൻസി റൂമിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു വിത്ത് ഫെബ്രൈൽ സീഷേഴ്സ്. പനി കാരണമുള്ള ഫെബ്രൈൽ സീഷേഴ്സുമായിട്ടാണ് കുഞ്ഞവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പാരൻസിനെ ടീച്ച് ചെയ്യുന്ന നേഴ്സ് എന്തായിരിക്കും പറയുന്നത്? A sustained temperature elevation over 103 degree Fahrenheit is generally related to febrile seizures. കറക്റ്റ് ഓപ്ഷൻ അതാണോ? അല്ല. കാരണം 101 ഡിഗ്രി ഫാരൻഹീറ്റിന് മേലെ വരുമ്പോഴാണ് ഫെബ്രൈൽ സീഷേഴ്സിന്, കണ്ടിന്യൂസ്ലി 101 ഡിഗ്രിക്ക് മേലെ നിന്ന് കഴിഞ്ഞാലും അവിടെ ഫെബ്രൈൽ സീഷേഴ്സിന് കാരണം ആകാം. സെക്കൻഡ് ഓപ്ഷൻ, ഫെബ്രൈൽ സീഷേഴ്സ് ഡു നോട്ട് യൂഷ്വലി റെക്കർ. അതായത് റെക്കറൻസ് കുറവാണ്, റെക്കറൻസ് ഇല്ല. അതായത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഫെബ്രൈൽ സീഷേഴ്സ് ദേ ആർ മോർ പ്രോൺ ടു ഗെറ്റ് റിപ്പീറ്റഡ്ലി ഹാപ്പനിങ്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾക്കത് ഒരു പ്രാവശ്യം വന്നിട്ടുള്ള കുട്ടികൾക്ക് ദേ ആർ മോർ പ്രോൺ ടു ഗെറ്റ് റിപ്പീറ്റഡ് ഫെബ്രൈൽ സീഷേഴ്സ്. നെക്സ്റ്റ്, തേർഡ് ഓപ്ഷൻ, there is a little risk of neurological deficit and mental retardation as sequelae to febrile seizures. ഫെബ്രൈൽ സീഷേഴ്സ് വന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ന്യൂറോളജിക്കലി ഉള്ള ഡെഫിസിറ്റ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ, ഒരു റിസ്ക്, വളരെ ചെറിയൊരു റിസ്ക് അവിടെ ഉണ്ട്. നെക്സ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ഫെബ്രൈൽ സീഷേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിസീസസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ CNSൻ്റെ ഡിസീസസ് കാരണമാണ് ഫെബ്രൈൽ സീഷേഴ്സ് ഉണ്ടാകുന്നത്. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഫെബ്രൈൽ സീഷർ ഈസ് ഒക്കറിങ് ഡ്യൂ ടു എലിവേറ്റഡ് ടെമ്പറേച്ചർ, സസ്റ്റൈൻഡ് ടെമ്പറേച്ചർ എലിവേഷൻ മോർ ദാൻ 101 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അല്ലേ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. ദർ ഈസ് ലിറ്റിൽ റിസ്ക് ഓഫ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്. ഫെബ്രൈൽ സീഷേഴ്സ് വന്നാൽ, അതായത് ഈ ഒരു ഫെബ്രൈൽ സീഷേഴ്സ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് ഇൻഫൻറ്റ് ചൈൽഡ്ഹുഡ് ആ പ്രായത്തിലാണ് ഫെബ്രൈൽ സീഷേഴ്സ് ഉണ്ടാകുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഇത് അസോസിയേറ്റഡ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് മെൻ്റൽ റിട്ടാർഡേഷനോ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റോ ഉണ്ടാകാനുള്ള ചെറിയൊരു റിസ്ക് അവിടെ ഉണ്ട്. അതാണ് നമ്മൾ പാരൻസിന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ 103 ഡിഗ്രി എന്നുള്ളതല്ല correct answer. So correct option is option C. There is little risk of neurological deficit, mental retardation or altered behavior secondary to febrile seizures. Next question, 6th question. A client diagnosed with bipolar disorder, again mental health nursing. Mental health nursing ഇതും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലയൻറ്റ് ഡയഗ്നോസ്ഡ് വിത്ത് ബൈപോളാർ ഡിസോർഡേഴ്സ്, അതായത് മേനിയയും ഡിപ്രഷനും, 2 കണ്ടീഷൻസ് മാറി മാറി വരുന്ന ഒരു മൂഡ് ഡിസോർഡറാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ടു ബി ഹൈപ്പർ ആക്റ്റീവ്, ചില സമയത്ത് എന്ത് ചെയ്യുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു. ആൻഡ് ടു ലൂസ് വെയ്റ്റ്, അതായത് ഹൈപ്പർ ആക്റ്റീവുമാണ്, വെയ്റ്റ് കുറയുന്നുമുണ്ട്. Which of the following nutritional interventions would be most therapeutic for him at this time?
അപ്പോൾ ആ ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻ എന്നുള്ള പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ബൈപോളർ ഡിസോർഡറിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, ആ പേഷ്യൻ്റ് ലൂസ് വെയിറ്റ് എന്നുള്ള, അതായത് വെയിറ്റ് അവിടെ കുറഞ്ഞു എന്നുള്ള ആ ഒരു പോയിന്റിനാണ് നമ്മളുടെ പ്രാധാന്യം കൊടുക്കുന്നത്. അത് കറക്റ്റ് ചെയ്യാൻ, പേഷ്യൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡിങ് ഓഫ് ഫുഡ്സ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ്, അതായത് ചെറുതും ഫ്രീക്വൻറ്റുമായിട്ടുള്ള, അതായത് ഒരുപാട് ഫുഡ് ഒരേ സമയത്ത് കൊടുക്കാതെ കുറേശ്ശെ ഫുഡ് ഇടവിട്ട്, അതായത് 3 തവണ ആഹാരം കഴിക്കുന്നതിന് പകരം 5 തവണയും 6 തവണയും ആക്കി മാറ്റി ഈ 3 തവണ കഴിക്കുന്ന ആഹാരം ഡിവൈഡ് ചെയ്ത് ചെറിയ പോർഷൻസ് ആയിട്ട് ഓരോ തവണ കൊടുക്കുക. അത് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ട്യൂബ് ഫീഡിങ്സ് വിത്ത് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്, വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് അടങ്ങിയ ട്യൂബ് ഫീഡിങ്സ് നടത്തുക, റൈൽസ് ട്യൂബ് ഫീഡിങ് നടത്തുക. നെക്സ്റ്റ് ഓപ്ഷൻ സി പറയുന്നത് അലൗവിങ് ഹിം ടു ഈറ്റ് വെൻ ആൻഡ് വാട്ട് ഹി വാണ്ട്സ്. ആ പേഷ്യൻറ്റിന് എപ്പോഴാണോ ആഹാരം കഴിക്കാൻ തോന്നുന്നത്, എന്താണോ കഴിക്കാൻ തോന്നുന്നത് അതിന് അനുവദിക്കുക. അതാണ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ഗിവിങ് ഹിം എ ക്വയറ്റ് പ്ലേസ് വേർ ഹീ ക്യാൻ സിറ്റ് ഡൗൺ ടു ഈറ്റ് മീൽസ്, അതായത് മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു ക്വയറ്റ് പ്ലേസ് അയാൾക്ക് കൊടുത്ത് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറയുക. കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ബൈപോളാർ ഡിസോർഡർ ആണ്, പേഷ്യൻ്റ് ഹൈപ്പർ ആക്റ്റീവ് ആണ്, ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ, സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡിങ്സ് ഓഫ് ഫുഡ്സ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ്. കാരണം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇരുന്ന് കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി ആഹാരം കഴിക്കത്തില്ല. സോ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന, അവിടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് കൊടുക്കേണ്ട ആഹാരം ചെറുതായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യാം. അതും ഫിംഗർ ഫുഡ്സ്, അതായത് നമുക്ക് കൈകൾ കൊണ്ട് നുള്ളി എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഫിംഗർ ഫുഡ്സ് ആയിരിക്കണം കൂടുതലായിട്ട് അവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ എ, ദ മെനി ക്ലയൻറ്റ് ഈസ് അൺഏബിൾ ടു സിറ്റ് സ്റ്റിൽ ലോങ് ഇനഫ് ടു ഈറ്റ് ആൻ അഡിക്വേറ്റ് മീൽ. സ്മോൾ frequent feedings with finger foods allow him to eat during periods of activity. ചെറിയ ഫീഡിങ് ആവുമ്പോഴത്തേക്ക് കളിക്കുന്നതിനിടയ്ക്ക് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റൈൽസ് ട്യൂബ് ഫീഡിംഗ് ഒക്കെ നമ്മൾ എപ്പോഴായിരിക്കും കൊടുക്കുന്നത്? പേഷ്യൻ്റ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് വളരെ അത്രയും മോശമാകുമ്പോഴാണ് നമ്മൾ ഒരു റൈൽസ് ട്യൂബ് ഫീഡിങ്ങിലോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പേഷ്യൻ്റ് ഇഷ്ടമുള്ളപ്പോൾ, പേഷ്യൻ്റ് കഴിക്കുമ്പോൾ വേണമെന്ന് തോന്നുമ്പോൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ ഇനി ഒരു ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം കൊടുത്താലും പേഷ്യൻ്റിന് അവിടെ ഇരുന്ന് കഴിക്കാൻ മേനിക് പേഷ്യൻസിന് പറ്റത്തും ഇല്ല. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. എ nurse is developing a care plan for a client with an injury to the frontal lobe of the brain. ബ്രെയിൻ ഇഞ്ചുറി ആണ്, ഹെഡ് ഇഞ്ചുറി ആണ്, ബ്രെയിനിൽ ഫ്രണ്ടൽ ലോബിലാണ് ഇഞ്ചുറി ഉണ്ടായത് പേഷ്യൻറ്റിന്. ഈ പേഷ്യൻറ്റിന് കെയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ ഏതൊക്കെ ഇൻ്റർവെൻഷൻസ് ആയിരിക്കും നമ്മളവിടെ ആഡ് ചെയ്യുക? അപ്പോൾ ഇതൊരു നമ്മുടെ NCLEX RN ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിലാണ് ഇപ്പോൾ നഴ്സിംഗ് ഓഫീസർ എക്സാംസിന് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഓപ്ഷനിലോട്ട് പോകാതെ 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, അല്ലെങ്കിൽ എല്ലാം ശരിയാണ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോക്കൂ, നമുക്ക് ഏതൊക്കെ ഇൻ്റർവെൻഷൻസ് ഇവിടെ ഈ ഒരു പേഷ്യൻറ്റിന് എടുക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് കീപ് ഇൻസ്ട്രക്ഷൻസ് സിമ്പിൾ ആൻഡ് ബ്രീഫ് ബിക്കോസ് ദ ക്ലയൻറ്റ് വിൽ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ കോൺസെൻട്രേറ്റിംഗ്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് സ്പീക്ക് ക്ലിയർലി ആൻഡ് സ്ലോലി ബിക്കോസ് ദ ക്ലയൻറ്റ് വിൽ ഹാവ് ഡിഫിക്കൽട്ടി ഇൻ ഹിയറിംഗ്. തേർഡ് ഓപ്ഷൻ അസിസ്റ്റ് വിത്ത് ബാത്തിങ് because the client will have vision disturbances. Fourth option, orient the client to person, place and time as needed because of memory problems. Option E, assess vital signs frequently because vital bodily functions are affected. അപ്പോൾ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു തരുന്നത് ഫ്രണ്ടൽ ലോബ് ഇഞ്ചുറി ഉള്ള പേഷ്യൻറ്റിൻ്റെ കെയർ പ്ലാനിൽ എന്തൊക്കെയാണ് നമ്മൾ
ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ്. ഇവിടെ ഫ്രണ്ടൽ ലോബ് എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം പേഷ്യൻ്റെ കോൺസെൻട്രേഷൻ, മെമ്മറി പ്രോബ്ലംസ്, ഓറിയൻറ്റേഷൻ ഇല്ലായ്മ, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പേഷ്യൻ്റെ ടെമ്പറൽ ലോബിലാണ് ഇഞ്ചുറി ഉണ്ടായിരുന്നതെങ്കിൽ പേഷ്യൻ്റെ ഹിയറിങ്ങിന് എഫക്റ്റീവ് ആയിരുന്നു. പേഷ്യൻ്റെ ഒസിപ്പിറ്റൽ ലോബിലാണ് ഇഞ്ചുറി ഉണ്ടായിരുന്നതെങ്കിൽ അത് പേഷ്യൻ്റെ വിഷൻ ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുമായിരുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എയും ഡിയും ആണ്. ഇവിടെ നോക്കാം, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് എല്ലാ ലോബുകളും, ഫ്രണ്ടൽ ലോബ് നിങ്ങൾക്ക് കാണാം, സെൻട്രൽ സൾക്കസ് കാണാം, പരേറ്റൽ ലോബ് കാണാം, ഒസിപ്പിറ്റൽ ലോബ് കാണാം, ടെമ്പറൽ ലോബ് കാണാം. ഈ ഒരു പിക്ചറിൽ നിന്ന് മാത്രം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്രണ്ടൽ ലോബാണ് നമ്മുടെ മെമ്മറി, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓറിയൻറ്റേഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ എല്ലാം ബാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നത്. എന്നാൽ പരേറ്റൽ ലോബൽ അല്ലെങ്കിൽ ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിഷ്വൽ കോർട്ടക്സ് കാണപ്പെടുന്ന ഏരിയയാണ്. വിഷ്വൽ കോർട്ടക്സ് അല്ലെങ്കിൽ കാഴ്ചശക്തിയെ ബാധിക്കുന്നത് ഒസിപ്പിറ്റൽ ലോബിലെ ഫങ്ഷൻസ് ആണ്. ഇനി ടെമ്പറൽ ലോബിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ hearing capacity. If there is any damage to temporal lobe, it will affect our hearing capacity. If any damage to occipital lobe, it will damage our visual capacity. Alle, if there is any damage to frontal lobe, it will lose our concentration, it will leads to memory loss of the patient. Okay, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് നോക്കിയാൽ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എയും ഡിയുമാണ്. ഡാമേജ് ടു ഫ്രണ്ടൽ ലോബ് എഫക്ട്സ് പേഴ്സണാലിറ്റി, മെമ്മറി, റീസണിങ്, കോൺസെൻട്രേഷൻ, മോട്ടോർ കൺട്രോൾ ഓഫ് സ്പീച്ച്, ഇതിനെല്ലാം അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ, എ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ക്ലയൻറ്റ് വിത്ത് എംഫൈസീമ. എംഫൈസീമ എന്ന് പറഞ്ഞാൽ ഏത് സിസ്റ്റത്തെ ബാധിക്കുന്ന ഡിസീസാണ്? റെസ്പിറേറ്ററി സിസ്റ്റം. എക്സ്പെഷ്യലി COPD ഉള്ളിൽ വരുന്ന, COPD എന്നുള്ള ഒരു സിവിയർ ഡിസീസിനുള്ളിൽ വരുന്ന 2 കണ്ടീഷനിൽ ഒന്നാണ് എംഫൈസീമ. ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫൈസീമയുമാണ് COPDക്ക് കാരണമാകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ, എംഫൈസീമയുള്ള ഒരു പേഷ്യൻ്റ് നമ്മൾ കെയർ ചെയ്യുകയാണ്, ആ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ്, അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ കുറേ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ, റെഡ്യൂസ് ഫ്ലൂയിഡ് ഇൻടേക്ക് ടു ലെസ് ദാൻ 2500 ml പെർ ഡേ. ഒരു ദിവസം 2500 ml കുറവ് ഫ്ലൂയിഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓപ്ഷൻ ബി, ടീച്ച് ഡയഫ്രമാറ്റിക് പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ്. ഓപ്ഷൻ സി, അഡ്മിനിസ്റ്റർ ലോ ഫ്ലോ ഓക്സിജൻ. ഓപ്ഷൻ ഡി, കീപ് ദ ക്ലയന്റ് ഇൻ എ സുപ്പൈൻ പൊസിഷൻ ആസ് മച്ച് ആസ് പോസിബിൾ. ഓപ്ഷൻ ഇ, encourage alternating activity with rest periods. Option F, that is teach use of postural drainage and chest physiotherapy. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. കാരണം ഇതൊരു റെസ്പിറേറ്ററി ഡിസീസാണ്, അവിടെ സെക്രീഷൻസ് ഉണ്ട്. അപ്പോൾ ആ സെക്രീഷൻസ് ലൂസൺ ചെയ്യണമെങ്കിൽ, അത് അലിയണമെങ്കിൽ അത് എന്ത് വേണം? വെള്ളം ശരീരത്തിൽ വേണം. അവിടെ മറ്റൊരു കോൺട്രാഇൻഡിക്കേഷനും ഇല്ല എങ്കിൽ എംഫൈസീമ ഉള്ള പേഷ്യൻസ് നമുക്ക് 3 ലിറ്റർ വരെ, അതായത് 3000 ml വരെ ഒരു ദിവസം ഫ്ലൂയിഡ് ഇൻടേക്ക് അനുവദനീയം ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഓപ്ഷൻ എ റോങ് ആണ്. സെക്കൻഡ് വൺ, ടീച്ച് ഡയഫ്രമാറ്റിക് പേഴ്സ് ലിപ്പ് ബ്രീത്തിങ്, അതായത് സ്ലോലിയുള്ള യൂസ് ചെയ്തുകൊണ്ടുള്ള ബ്രീത്തിങ് പ്രാക്ടീസസും ഒപ്പം ചുണ്ടുകൾ അല്ലെങ്കിൽ മൗത്ത് അല്ലെങ്കിൽ ലിപ്പ് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്ത് വെച്ച് സ്ലോലിയുള്ള പേഴ്സ്ഡ് ലിപ്പ് ബ്രീത്തിങ്ങുമാണ് നമ്മൾ പേഷ്യൻറ്റിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് ഓൾമോസ്റ്റ് എല്ലാ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനും ഈ ഒരു പ്രാക്ടീസ് നമ്മളവിടെ പേഷ്യൻസിന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കറക്റ്റാണ്. നെക്സ്റ്റ്, COPD അല്ലെങ്കിൽ എംഫൈസീമ ഉള്ള പേഷ്യൻസിന് റെസ്പിറേറ്ററി ഡ്രൈവ് എന്ന് പറയുന്നത് ഹൈപ്പർ കാർബൺ ഡയോക്സൈഡ് ആണ്. അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അവിടെ കൂടി നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്ന ഓക്സിജൻ സപ്ലിമെൻ്റ് എങ്ങനെയായിരിക്കണം? ലോ ഫ്ലോ ഓക്സിജൻ ആയിരിക്കണം. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടി വന്നാൽ മാത്രമേ അവിടെ റെസ്പിറേഷൻ, ബ്രീത്തിങ് ഡ്രൈവ് അവിടെ ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ബ്രീത്തിങ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുള്ളൂ. സോ വി ഷുഡ് നോട്ട് supply high flow oxygen, we should give only low flow oxygen. Correct option B and C. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആണ്. നെക്സ്റ്റ് 4ാമത്തെ ഓപ്ഷൻ നോക്കൂ,
കീപ് ദ ക്ലയൻറ്റ് ഇൻ എ സുപ്പൈൻ പൊസിഷൻ ആസ് മച്ച് ആസ് പോസിബിൾ. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻറ്റ് നമ്മൾ സുപ്പൈൻ പൊസിഷൻ കൊടുക്കുമോ? ഇല്ല. പകരം നമ്മൾ കൊടുക്കുക ഫൗളേഴ്സ് പൊസിഷൻ ആയിരിക്കും. സോ ഓപ്ഷൻ ഡി റോങ് ആണ്. നെക്സ്റ്റ്, എൻകറേജ് ഓൾട്ടർനേറ്റിംഗ് ആക്ടിവിറ്റി വിത്ത് റെസ്റ്റ് പീരീഡ്. യെസ്, പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ സെക്രീഷൻസ് അവിടെ അലിയത്തുള്ളൂ അല്ലെങ്കിൽ മൂവ് ചെയ്യത്തുള്ളൂ, അത് എക്സ്പെക്ടറേറ്റ് ചെയ്യത്തുള്ളൂ. സോ എൻകറേജ് ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റി, കണ്ടിന്യൂസ്ലി അല്ല, റെസ്റ്റ് പീരീഡ്സ്, റെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യിപ്പിക്കുക. കറക്റ്റ് ഓപ്ഷനാണ് ബിയും സിയും ഇയും കറക്റ്റ് ഓപ്ഷനാണ്. നെക്സ്റ്റ്, ടീച്ച് യൂസ് ഓഫ് പോസ്ചറൽ ഡ്രെയിനേജ് ആൻഡ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി. ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഇറ്റ് ഇസ് കറക്റ്റ് ഓപ്ഷൻ ബിക്കോസ് ദീസ് ടു ടെക്നിക്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പോസ്ചറൽ ഡ്രെയിനേജും ചെസ്റ്റ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള സെക്രീഷൻസ് ലൂസൺ ചെയ്ത് അത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന രണ്ട് പ്രൊസീജിയറാണ്, പോസ്ചറൽ ഡ്രെയിനേജും ചെസ്റ്റ് ഫിസിയോതെറാപ്പി. സോ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബി, സി, ഇ ആൻഡ് എഫ്. നെക്സ്റ്റ് നമുക്ക് എംഫൈസീമ ഉള്ള പേഷ്യൻസിന്റെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവയെല്ലാം, ഇതിൽ പലതും നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ കൂടാതെയുള്ള മറ്റ് ഇന്റർവെൻഷൻസും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മോണിറ്റർ വൈറ്റൽ സൈൻസ്. എംഫൈസീമ ഉള്ള പേഷ്യൻസ് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പേഷ്യൻ്റെ വൈറ്റൽ സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്യണം, കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. സെക്കൻഡ് വൺ, administer a concentration of oxygen based on ABG values and oxygen saturation by pulse oximetry as prescribed. പേഷ്യൻ്റെ കണ്ടിന്യൂസ് ഓക്സിജൻ വാല്യൂ മോണിറ്റർ ചെയ്യണം, ABG വാല്യൂസ് ചെക്ക് ചെയ്യണം, ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് ഓക്സിജൻ സാച്ചുറേഷനും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യണം. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് റെസ്പിറേറ്ററി ട്രീറ്റ്മെന്റ്സ് ആൻഡ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി. ഓൾറെഡി നമ്മൾ ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്. പേഷ്യന്റിന് എന്ത് കൊടുക്കണം? നമുക്ക് പേഷ്യന്റെ സെക്രീഷൻസ് വളരെ തിക്കാണെങ്കിൽ അത് ലൂസൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെസ്റ്റ് ഫിസിയോതെറാപ്പി നടപ്പാക്കാവുന്നതാണ്. ഇത് കൂടാതെ പേഷ്യന്റിന് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ടെക്നിക്സും അബ്ഡോമിനൽ ബ്രീത്തിങ് ടെക്നിക്സും പഠിപ്പിച്ചു കൊടുക്കാം, ട്രിപ്പോഡ് പൊസിഷനിങ് കൊടുക്കാം, പൾസ്ഡ് ലിപ്പ് ബ്രീത്തിങ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? എയർവേ പ്രഷർ ഇൻക്രീസ് ചെയ്യാനും ആ ഒരു എയർ പാസേജസ് ഓപ്പൺ ആയിട്ട് കൂടുതൽ എയർ ഉള്ളിലോട്ട് പോകാനും എക്സ്പിരേഷനും ഇൻസ്പിരേഷനും പ്രോപ്പറായിട്ട് നടക്കുന്നതിനും സഹായിക്കും. ഒപ്പം തന്നെ പേഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന സ്പ്യൂട്ടം, പേഷ്യൻ്റ് സ്പിറ്റ് ഔട്ട് ചെയ്യുന്ന സ്പ്യൂട്ടത്തിൻ്റെ കളറ്, എമൗണ്ട്, കൺസിസ്റ്റൻസി ഇവ റെക്കോർഡ് ചെയ്യുക. വേണ്ടി വന്നു കഴിഞ്ഞാൽ അധികമായിട്ട് സെക്രീഷൻ പുറത്തോട്ട് വരാതെ ലങ്സിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സക്ഷൻ ചെയ്യാം. ഒപ്പം തന്നെ പേഷ്യൻ്റെ വെയിറ്റ് മോണിറ്റർ ചെയ്യുക. കൂടാതെ പേഷ്യൻറ്റിന് ഡിസ്നിയ ഉള്ള പേഷ്യൻ്റ് ആണ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആഹാരം കൊടുക്കുമ്പോൾ സ്മോളും ഫ്രീക്വൻറ്റുമായിട്ടുള്ള മീല് കൊടുക്കാൻ, ടു മെയിൻറ്റെയിൻ ന്യൂട്രീഷൻ ആൻഡ് പ്രിവെൻറ്റ് ഡിസ്നിയ വരാതെ, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാതെ ആഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. വളരെ ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ആഹാരം കൊടുക്കുക. ഒപ്പം തന്നെ പേഷ്യൻ്റ് എന്ത് കൊടുക്കുക? ഹൈ കലോറി, ഹൈ പ്രോട്ടീൻ ഡയറ്റ് പേഷ്യൻറ്റിന് കൊടുക്കുക. ഫ്ലൂയിഡ്, അൺലെസ് ഇറ്റ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്, വി ക്യാൻ ഗീവ് ഫ്ലൂയിഡ് ഇൻടേക്ക് അപ് ടു 3000 ml per day to make it thin secretion. Next one, 12th point, place the client in Fowler's position. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടത്? സുപ്പൈൻ പൊസിഷൻ ആയിരുന്നു. സുപ്പൈൻ പൊസിഷനിൽ പേഷ്യൻ്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കുറെ കൂടെ കൂടും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഫൗളേഴ്സ് പൊസിഷൻ പേഷ്യന്റിന് കൊടുക്കുക. അതുപോലെ തന്നെ എക്സസൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് പേഷ്യന്റിന് ടോളറേറ്റ് ആകുന്ന രീതിയിൽ എന്ത് ചെയ്യുക? എക്സസൈസ് ടീച്ച് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുക. നെക്സ്റ്റ്, അതുപോലെ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ, ബ്രോങ്കോ ഡയലറ്റേഴ്സ്, നെബുലൈസർ ട്രീറ്റ്മെൻറ്റ്സ് അഡ്വൈസ് ചെയ്യുക. ഇത് കൂടാതെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് വേണമെങ്കിൽ, അതേ സിംറ്റംസ് വളരെ എക്സാജറേറ്റഡ് ആണെങ്കിൽ അവിടെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മ്യൂക്കോലൈറ്റിക്സ് സിറപ്സുകളും, അതുപോലെ ആൻറ്റിബയോട്ടിക്സ്, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സും അഡ്മിനിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് എംഫൈസീമ പേഷ്യൻസിന് കൊടുക്കുന്ന ഇന്റർവെൻഷൻസ്. Next question, 9th question. A nurse is caring for a client who underwent surgical repair of a detached retinal detachment in the right eye. വലത് കണ്ണിൽ, റൈറ്റ് ഐയിൽ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെയർ ആയിട്ടുള്ള റെറ്റിന സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ പേഷ്യൻറ്റിന് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള സർജറി റൈറ്റ് ഐയിൽ നടന്നു.
പോസ്റ്റ് സർജിക്കൽ ഇന്റർവെൻഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കുക. പ്ലേസ് ദ ക്ലയന്റ് ഇൻ എ പ്രോൺ പൊസിഷൻ. സെക്കൻഡ് ഓപ്ഷൻ, അപ്രോച്ച് ദ ക്ലയന്റ് ഫ്രം ലെഫ്റ്റ് സൈഡ്. തേർഡ് ഓപ്ഷൻ, എൻകറേജ് ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിംഗ്. ഫോർത്ത് ഓപ്ഷൻ, ഡിസ്കറേജ് ബെൻഡിങ് ഡൗൺ. ഫിഫ്ത്ത് ഓപ്ഷൻ, orient the client to his environment. Sixth option, administer a stool softener. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2, 4 ആൻഡ് 5, 6. 2, 4, 5, 6 എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്രോച്ച് ദ ക്ലയന്റ് ഫ്രം ലെഫ്റ്റ് സൈഡ്. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പേഷ്യന്റ് അപ്രോച്ച് ചെയ്യണമെന്ന് പറയുന്നത്? കാരണം സർജറി നടന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. ഡെഫിനറ്റ്ലി സർജറി കഴിഞ്ഞ ഉടനെ പേഷ്യന്റ് റൈറ്റ് ഐ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും വച്ചിരിക്കുന്നത്. എന്തെങ്കിലും അവിടെ പാഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. സോ അവിടെ ആ റൈറ്റ് ഐ കൊണ്ട് ആ ഒരു പേഷ്യന്റിന് കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പേഷ്യന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിൽ നിന്ന് പേഷ്യന്റിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റിന് നമ്മളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുപോലെ കണ്ണിനുള്ള സ്ട്രെയിൻ കൂടുകയും ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഐയിൽ സർജറി നടന്ന പേഷ്യന്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ലെഫ്റ്റ് സൈഡിലാണ് സർജറി നടന്നതെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യണം. നെക്സ്റ്റ് അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് കഫിംഗ് ആണ് എൻകറേജ് ചെയ്യണം. പക്ഷേ ഡീപ്പ് ബ്രീത്തിങ്ങും കഫിങ്ങും എൻകറേജ് ചെയ്താൽ ഇത് നമ്മുടെ കണ്ണിനുള്ളിലുള്ള പ്രഷർ കൂടുന്നതിന് കാരണമാവുകയും, അതായത് ഇൻട്രാ ഒക്കുലാർ പ്രഷർ കൂടുന്നതിന് കാരണമാവുകയും അത് ഫർദർ ബ്ലീഡിങ്ങിന് കാരണമാവുകയും ചെയ്യും. സോ മാക്സിമം അവിടെ കഫിങ് അവോയ്ഡ് ചെയ്യുക. ബ്രീത്തിങ് ഓക്കെയാണ്, ഡീപ്പ് ബ്രീത്തിങ് എൻകറേജ് ചെയ്യാം, പക്ഷെ കഫിങ് അവിടെ അവോയ്ഡ് ചെയ്യുക. വി ഷുഡ് നോട്ട് എൻകറേജ് കഫിങ്. നെക്സ്റ്റ് വൺ, ഫോർത്ത് ഓപ്ഷൻ, ഡിസ്കറേജ് ബെൻഡിങ് ഡൗൺ. യെസ്, ഇതേ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പേഷ്യന്റ് ബെൻഡിങ് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ കുനിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമിഴ്ന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കണ്ണിനുള്ളിലുള്ള ഇൻട്രാ ഒക്കുലർ പ്രഷർ അവിടെ കൂടാൻ ചാൻസ് ഉണ്ട്. വി ഷുഡ് അവോയ്ഡ് ദാറ്റ്. നെക്സ്റ്റ് വൺ, ഓറിയന്റ് ദ ക്ലയന്റ് ടു ഹിസ് എൻവയോൺമെന്റ്. സർജറി കഴിഞ്ഞ കണ്ണ് കാഴ്ച ഇപ്പോൾ ഇല്ല, കണ്ണ് കവർ ചെയ്തിരിക്കുകയാണ്. പേഷ്യന്റിന് റൂം എന്താണ്, അവിടെ എവിടെയാണ് ബെഡ്, എവിടെയാണ് വാഷ്റൂം, എവിടെയാണ് ആഹാരം വെക്കുന്നത്, എങ്ങനെയാണ് പുറത്തോട്ട് ഇറങ്ങേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. അതും വേണ്ടൊരു ഇന്റർവെൻഷൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ പറയുന്നത് അഡ്മിനിസ്റ്റർ എ സ്റ്റൂൾ സോഫ്റ്റ്നസ്. കണ്ണിന് സർജറി കഴിഞ്ഞ പേഷ്യൻസിന് എന്താണ് സ്റ്റൂൾ സോഫ്റ്റ്നസ് കൊടുക്കുന്നത്? കാരണം ഡീഫിക്കേഷന്റെ സമയത്ത് പേഷ്യന്റ് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ണിനുള്ളിലുള്ള പ്രഷർ കൂടുന്നതിന് കാരണമാകും, ഇൻട്രാ ഒക്കുലർ പ്രഷർ കൂടുന്നതിന് കാരണമാകും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ സോഫ്റ്റ്നസ് അഡ്മിനിസ്റ്റർ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത്? ഓപ്ഷൻ 2, 4, 5, 6. Approach the client from left side. Discourage bending down. Orient the client to his environment. Administer a stool softness. ഓക്കെ, അപ്പോൾ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് എന്തൊക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസ് നോക്കാം. മെയിൻറ്റെയിൻ ഐ പാച്ചസ് ആസ് പ്രിസ്ക്രൈബ്. മോണിറ്റർ ഫോർ ഹെമറേജ്, എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക. പ്രിവെൻറ്റ് നോസിയ, വോമിറ്റിംഗ് ആൻഡ് മോണിറ്റർ ഫോർ റെസ്റ്റ്ലെസ്നെസ് വിച്ച് ക്യാൻ കോസ് ഹെമറേജ്. അതായത് നോസിയ, വോമിറ്റിംഗ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യാം? അവിടെ ഇൻട്രാ ഒക്കുലർ പ്രഷർ കൂടാനും ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിന് കാരണമാകും. അത് മോണിറ്റർ ചെയ്യുക അല്ലെങ്കിൽ അത് തടയുക. നെക്സ്റ്റ്, മോണിറ്റർ ഫോർ സഡൻ ഷാർപ്പ് ഐ പെയിൻ. എൻകറേജ് ഡീപ് ബ്രീത്തിങ് ബട്ട് അവോയ്ഡ് കഫിങ്. ഇതാണ് ആ ഓപ്ഷൻ ആയിരുന്നത്. ഡീപ് ബ്രീത്തിങ് എൻകറേജ് ചെയ്യുക, പക്ഷേ കഫിങ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പേഷ്യൻ്റ് അധികം റെസ്റ്റ്ലെസ് ആകാതെ ബെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. പൊസിഷൻ ദ ക്ലയന്റ് ആസ് പ്രിസ്ക്രൈബ്. കാരണം കാഴ്ചശക്തി പകുതി മാത്രമേ ഉള്ളൂ, ഒരു കണ്ണ് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അപകടങ്ങൾ, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പേഷ്യന്റിന് അതുകൊണ്ട് ബെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഐ മെഡിക്കേഷൻസ് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. പേഷ്യൻറ്റിൻ്റെ ആക്ടിവിറ്റീസ്, ഡെയിലി ലിവിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം അസിസ്റ്റ് ചെയ്യുക. അധികമായിട്ടുള്ള ഹെഡ് മൂവ്മെൻറ്റ്സ് എല്ലാം, ഇൻട്രാ ഒക്കുലർ പ്രഷർ കൂടുന്നതിന് കാരണമായിട്ടുള്ള ഹെഡ് മൂവ്മെൻറ്റ്സ് എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ പേഷ്യൻ്റെ റീഡിങ് ഹാബിറ്റ് വളരെയധികം കുറയ്ക്കാൻ പറയാം. 3 മുതൽ 5 ആഴ്ച വരെ അധികം വായിക്കാൻ പാടില്ല, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല എന്ന് ഇൻസ്ട്രക്ട് ചെയ്യുക. അതുപോലെ അവോയ്ഡ് സ്ക്യൂണ്ടിങ്, സ്ട്രെയിനിങ്, കോൺസ്റ്റിപ്പേഷൻ, ലിഫ്റ്റിംഗ് ഹെവി ഓബ്ജക്ട്സ്, ബെൻഡിങ് ഫ്രം ദ വേസ്റ്റ്, ഇതെല്ലാം എന്ത് അവോയ്ഡ് ചെയ്യാനും
പറയുക. അതുപോലെ പേഷ്യൻറ്റിന് ഡാർക്ക് ഗ്ലാസസ് വിയർ ചെയ്യാൻ പറ്റും. എന്തിനാണ് ഈ ഒരു ഡാർക്ക് ഗ്ലാസസ്, കണ്ണിന് സർജറി കഴിഞ്ഞതിന് ശേഷം ഡാർക്ക് ഗ്ലാസസ് കൊടുക്കുന്നത്? കാരണം നമ്മുടെ കണ്ണിലോട്ട് ഷാർപ്പായിട്ടുള്ള സൺലൈറ്റോ അല്ലെങ്കിൽ മറ്റ് ലൈറ്റുകളോ പതിച്ചു കഴിഞ്ഞാൽ, കണ്ണിൻ്റെ ആ ഒരു ഡ്രസ്സിങ് മാറ്റിയതിന് ശേഷം, സർജറിക്ക് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ ബ്രൈറ്റ് ലൈറ്റ് പതിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്ത് ചെയ്യും, സ്ട്രെയിൻ കൂട്ടാനും അവിടെ കണ്ണിന് ഡാമേജുകൾ ഉണ്ടാകുന്നതിന് കാരണമാകും. അപ്പം അത് ഡാർക്ക് ഗ്ലാസസ് ഉപയോഗിച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മളവിടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 10th question, the nurse planning care for a client with hyperthyroidism. Very, very important, most common question from endocrine system disorder, that is thyroid disorder. ഹൈപ്പർതൈറോയിഡിസം, തൈറോയിഡിസത്തിൽ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. രണ്ടും എക്സാമിന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന, ശരീരത്തിൻ്റെ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന റോളുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. അതുപോലെ ശരീരത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സെക്രീഷൻസോ അല്ലെങ്കിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലെ ഈ ഫങ്ഷൻസിനെ എല്ലാം ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നേഴ്സ് ഒരു പേഷ്യൻ്റ്, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻസ്റ്റിൽ ഐസോട്ടോണിക് ഐ ഡ്രോപ്സ് ആസ് നെസസറി, provide several small well balanced meals. Third one, provide rest periods. Fourth one, keep the environment warm. Fifth one, encourage frequent visitors and conversation. Sixth one, weigh the client daily. അപ്പോൾ ഇതിൽ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസ് നമ്മൾ ഐസോട്ടോണിക് ഐ ഡ്രോപ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ടോ? ചെയ്യാം. കാരണം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് ഇത് കണ്ണിനെ ബാധിക്കാറുണ്ട്. അതായത് എക്സോഫ്താൽമസ് പോലെയുള്ള കണ്ടീഷൻസ് ചില പേഷ്യൻസിന് ഉണ്ടാകണം. എല്ലാ പേഷ്യൻസിനോട് ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഐ പ്രോബ്ലംസ് ഉള്ളവർക്ക് നമ്മളത് ഈ ഒരു ഐസോട്ടോണിക് ഐ ഡ്രോപ്സ്, ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡ്രൈനസ് ഉള്ള പേഷ്യൻസ് ആണ്, കണ്ണിന് ഡ്രൈനസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഐസോട്ടോണിക് ഐ ഡ്രോപ്സ് ഉപയോഗിക്കാറുണ്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, പ്രൊവൈഡ് സെവറൽ സ്മോൾ വെൽ ബാലൻസ്ഡ് മീൽസ്. എക്സാക്ട്ലി, പേഷ്യൻ്റ് ഹൈപ്പർ തൈറോയിഡിസം ആകുമ്പോൾ നമുക്കവിടെ ഡയറ്ററി മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെവറൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള സ്മോൾ മീൽസ് നമുക്ക് കൊടുക്കണം. നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് റെസ്റ്റ് പീരീഡ്സ്. നമുക്കതും കൊടുക്കണം. പേഷ്യൻ്റ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് റെസ്റ്റും കൊടുക്കണം. അത് കഴിഞ്ഞാൽ കീപ് ദ എൻവയോൺമെൻറ്റ് വാം ആയിട്ടല്ല. പേഷ്യൻറ്റിന് യൂഷ്വലി ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്താണ്, കൂൾ എൻവയോൺമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. സോ ഫോർത്ത് ഓപ്ഷൻ അവിടെ റോങ് ആണ്. എന്നാൽ അതുപോലെ തന്നെ എൻകറേജ് ഫ്രീക്വൻറ്റ് വിസിറ്റേഴ്സ് ആൻഡ് കോൺവെർസേഷൻ. ഏതെങ്കിലും ഹോസ്പിറ്റൽസിന് നമ്മൾ വിസിറ്റേഴ്സിൻ്റെ അളവ് കൂട്ടുമോ? എക്സെപ്റ്റ് സൈക്കാട്രി പേഷ്യൻസ് അവിടെ നീഡഡ് ആയിട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്കവിടെ വിസിറ്റേഴ്സ് കൂടുതലായിട്ട് വേണ്ടി വരും പേഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വിസിറ്റേഴ്സിൻ്റെ ഫ്രീക്വൻറ്റും അതിന് എൻകറേജ് ചെയ്യുകയും ചെയ്യത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഓൾസോ റോങ് ഓപ്ഷൻ. നെക്സ്റ്റ് 6th ഓപ്ഷൻ, വെയ് ദ ക്ലയൻറ്റ് ഡെയിലി. എന്തിനാണ് പേഷ്യൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത്? കാരണം തൈറോയിഡിസം നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോയിഡിൻ്റെ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുന്നതിനും കുറയുന്നതിനൊക്കെ പലപ്പോഴും കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പേഷ്യൻറ്റിന് വെയിറ്റ് അധികമായിട്ട് കൂടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഫ്രീക്വൻലി അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പേഷ്യൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യണം. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് 1, 2, 3 and 6. Instill isotonic eye drops whenever necessary. Provide several small well-balanced meals. Provide rest periods. Weigh the client daily. ഇവിടെ നോക്കാം, നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിൻ്റെ എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും അഡിക്വേറ്റ് റെസ്റ്റ് കൊടുക്കണം. സെഡേറ്റീവ്സ് ആവശ്യമാണെങ്കിൽ ഇത് കൊടുക്കുക. കൂളും ക്വയറ്റ് എൻവയോൺമെൻറ്റ്, ഇവിടെ ശ്രദ്ധിക്കുക, വാം എൻവയോൺമെൻറ്റ് അല്ല, കൂളും ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കൊടുക്കുക. ഒബ്റ്റെയിൻ വെയിറ്റ് ഡെയിലി. ഹൈ കലോറിക് ഡയറ്റ് കൊടുക്കണം. അതുപോലെ സ്റ്റിമുലൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കുക. ഒപ്പം തന്നെ ആൻറ്റി തൈറോയിഡ് മെഡിക്കേഷൻസ് എന്തെങ്കിലും അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. അയഡിൻ പ്രിപ്പറേഷൻസ് വേണമെങ്കിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. അഡ്മിനിസ്റ്റർ പ്രൊപ്പനോൾ ഫോർ ടാക്കിക്കാർഡിയ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ പ്രൊപ്പനോൾ അഡ്മിനിസ്റ്റർ ചെയ്യുക ആസ് പെർ ഡോക്ടേഴ്സ് ഓർഡർ. അതുപോലെ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് നടപ്പിലാക്കുക.
അതുപോലെ സബ് ടോട്ടൽ തൈറോയിഡക്ടമി, ഇതിലൊന്നും നമുക്ക് മെഡിക്കേഷൻസ് ഒന്നും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവിടെ തൈറോയിഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്യുന്ന, കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി റിമൂവ് ചെയ്യുന്ന സർജറിയാണ് തൈറോയിഡക്ടമി എന്ന് പറയുന്നത്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, ഇതുപോലെയുള്ള ഇൻ്റർവെൻഷൻസ് ആണ് കോമൺലി ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യൻസിലൂടെ കണ്ടത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ തുടർച്ചയായിട്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം കാണുക. ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിന്, അപ്കമിങ് എക്സാംസിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.